ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള റെൻറ്റിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോട്ടക്കലുള്ള റെൻ്റൽ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഡ്രസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. പല പല റേറ്റിലുള്ളതും റേറ്റ് കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ 2-3 ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പം കൂടുതൽ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ചിലതൊന്നും ശരിയായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലുള്ള ഐറ്റംസുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഗൗണായിട്ടും പിന്നെ നമുക്ക് തലേന്ന് ഇടാൻ പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാതും ഇങ്ങനെ നോക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറിയപ്പോൾ തന്നെ ഫുൾ കളർഫുള്ളാണ്. പിന്നെ 2000, 3000, 4000, 5000, 6000, 7000 വരെ റെൻറ്റിൻ്റെ ഡ്രസ്സുകളുണ്ട് കേട്ടോ അവിടെ. ഈ റെൻറ്റിൻ്റെ ഷോപ്പ് ഏകദേശം കോട്ടക്കൽ സീനത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും കേട്ടോ. കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ സീനത്തിൻ്റെ ഒക്കെ. അപ്പം ആർക്കെങ്കിലും റെൻറ്റിന് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസുകളുണ്ട്. അപ്പം നമുക്ക് ഏത് രൂപത്തിലുള്ളതും ഇതൊക്കെ 5000-ൻ്റെതും 6000-ൻ്റെ ഒക്കെയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ബ്ലൂ കളറിൽ വരുന്നതാണ് കേട്ടോ. അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് റേറ്റ് ഇതിന് വരുന്ന 5 പിന്നെ ഞങ്ങളെ നാട്ടിൽ തന്നെ തിരൂരങ്ങാടി ബ്ലൂം ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റെൻറ്റിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. ഡ്രസ്സും ഒക്കെ ഉള്ള. അപ്പോൾ അവിടെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ നിന്നാട്ടോ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുണ്ട് നല്ല അടിപൊളി കളക്ഷൻസുകളൊക്കെ കേട്ടോ. അപ്പം ഇത് ഒരു TJ മാൾ എന്ന് പറഞ്ഞിട്ടുള്ള മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഷോപ്പുള്ളത്. അപ്പം ഇത് ഇട്ടപ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഏകദേശം നമ്മളതിലേതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ തലേന്നൊക്കെ സാരിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞ് എടുക്കാൻ മറന്നു ഇതാട്ടോ. ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മളിന്ന് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെമ്മാട് പിക്കാടോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇതാണ് കേട്ടോ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാലിലിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഇത് എടുത്ത് അത്ര റേറ്റ് 400 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിന്. പിന്നെ ഉമ്മാക്ക് അസക്കൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ചെരുപ്പൊക്കെ എടുത്തു. പിന്നെ അസക്ക് ഫാൻസിയും പിന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ മറന്നു പോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൻ്റെ കാര്യമൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതാണ് കേട്ടോ ഇപ്പം നമ്മളെ വീടിൻ്റെ അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ പണിക്കാരാണ്. അപ്പോൾ ടോട്ടലി ഫുള്ള് എന്താണ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മളെ അലമാര ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളെ റൂമിലേക്കും. പിന്നെ അതേപോലെ കിച്ചൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഫുള്ള് സാധനങ്ങളും ഡൈനിങ് ഹോളിലും പിന്നെ നമ്മൾ സോഫ വെച്ചിട്ടുള്ള ലിവിങ് റൂമിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഭയങ്കര നീറ്റല്ലാത്ത ഒരു സമയം എന്ന് തന്നെ പറയാം. പിന്നെ ഇതെന്താ പറയുക, റൈസിൻ്റെ ഫേസ് വാഷ് ആട്ടോ. ഇതെല്ലാം ഗ്ലോ ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ സ്കിന്നിനും പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പം നമ്മൾ കിച്ചണിലെ വർക്കും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ ആദ്യത്തെ കിച്ചണാണ് കേട്ടോ ഇത്. പിന്നെ എടുത്തതാണ് അതൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ അന്നവിടെ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്താ കണ്ടില്ല, ഇതിവിടെ കബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കറ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കളയാനുണ്ട്. പിന്നെ അതേപോലെ മൊത്തത്തിൽ അൺറേഞ്ച്ഡ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ അടുക്കള. അപ്പോൾ ഇവിടെ കബോർഡൊന്നും ഇല്ലായിരുന്നു. അപ്പം മൊത്തത്തിൽ കബോർഡാക്കാനും പിന്നെ നമ്മൾ ആ കബോർഡ് ഇതാ ഇങ്ങോട്ട് വെച്ചിട്ട് അടുപ്പിൻ്റെ അങ്ങോട്ട്. അപ്പം ഇതും ഒക്കെ പാടം സാധനങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് പൊടിയും കാര്യമായിട്ട് 5-6 ദിവസം പണിയുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ. അപ്പം അതൊക്കെ ഞാനിങ്ങനെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ കബോർഡാട്ടോ. നമ്മൾ അടുക്കളയിൽ മുന്നത്തെ അടുക്കളയിലുണ്ടായിരുന്ന കബോർഡ് നേരെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അവിടെ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ പൊടിയും കാര്യമൊക്കെ ആയിട്ട് 5-6 ദിവസം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ പണി നടക്കുമ്പോഴുള്ളൊരവസ്ഥയാണ് കേട്ടത്. അപ്പോൾ വീടുണ്ടാക്കുന്നവരൊക്കെ ആദ്യം തന്നെ പണി കഴിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കയറുന്നതായിരിക്കട്ടെ ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ്. നല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് തന്നെയാണ്. നമ്മളിങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് പണി നടക്കുമ്പോൾ. വീട്ടിലില്ലാത്ത ടൈമിലാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോവും. അപ്പോൾ അതങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അലമാരൻ്റെ ഇതുണ്ട് റൂം, അവിടെയായിട്ട് അലമാര വെക്കുന്ന. അപ്പോൾ അതിൻ്റെ പണി അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങളിതാ ഒന്ന് ഒതുക്കി വെച്ചതാട്ടോ. രാവിലെ മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഞങ്ങൾ ഗോൾഡ് ഒന്ന് നമ്മൾ ആദ്യം ഓൾറെഡി നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതൊന്ന് പോയിട്ട് അത് ഉറപ്പ് വരുത്തണം. ഇത് എന്തെങ്കിലും പുതിയ മോഡൽസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതും കൂടി നോക്കാം, ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് കല്യാണത്തിൻ്റെ ഒരു ദിവസം മുന്നേ പോയിട്ട് നമ്മൾ ഗോൾഡൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പം അവിടെ പുതിയ കളക്ഷൻ വന്നതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന കളക്ഷനിൽ നിന്ന് വേറെ നമുക്ക് എന്നും യൂസ് ആക്കാൻ പറ്റിയ മോഡൽ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടോ പിന്നെ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനത്തൊക്കെ ടൈപ്പ് ആക്കാം. മറ്റേത് നമ്മൾ യൂസ് ആക്കൂല, അതങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് യൂസ് ആക്കുകയും ചെയ്യാമെന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വളയും ഒക്കെ ചേഞ്ച് ആക്കിയിട്ട് നമ്മളിതാ കമ്മലും മോതിരം ഒക്കെ നമ്മൾ സെറ്റാക്കി കേട്ടോ. പിന്നെ ഇതിൽ മോതിരത്തിൽ പിന്നെയും ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മോതിരം നമ്മൾ മാറ്റിയിട്ട് വേറെ മോതിരമാക്കുക കേട്ടോ ചെയ്ത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാല ചെയിൻ എടുത്തപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള തൂക്കം വേറെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് 12 പവൻ കേട്ടോ ടോട്ടൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ മൊത്തത്തിലുള്ള തൂക്കം നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഒക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മൾ നല്ല മോഡൽസൊന്നും നോക്കിയെടുത്തിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ ഒരു കാണാൻ ഭംഗിയുള്ള ടൈപ്പ് എടുത്തു.
അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈവനിങ് പോയിട്ടൊരു 8 മണിയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അവിടുന്ന് പോന്നപ്പോൾ തന്നെ പിന്നെ ബില്ലൊക്കെ ആക്കിയിട്ട് നമ്മളിതാ നേരെ കട്ടിൽ നോക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ വേറൊരു ഷോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കട്ടിൽ പല പല ടൈപ്സ് ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പം കട്ടിൽ നമ്മൾ വുഡ് ടച്ചിലും ആണ്, വുഡിൻ്റെ ഇതിലാണ് കേട്ടോ, മഹാഗണി വുഡിലാണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ, കുഷ്യൻ വരുന്ന ടൈപ്പ്, അങ്ങനത്തെ ആട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങളതും സെറ്റാക്കിയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടെ നല്ല അടിപൊളി കളക്ഷൻസാണ് ഉണ്ട്. ടേബിളായാലും സോഫ ആയാലും ഒക്കെ നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസാണുണ്ട്. നമ്മളെ വീട്ടിലേക്കൊക്കെ പറ്റിയിട്ട് നല്ല അടിപൊളി കളക്ഷൻസാണ്. പിന്നെ ഇത് പിറ്റേന്ന് ഞാൻ എടുത്തായിട്ടുള്ളൊരു വ്ളോഗാട്ടോ. ഞാൻ ചെറിയ ചെറിയ വ്ളോഗാക്കി ഇങ്ങനെ ഓരോന്നാക്കി എടുത്തതാണ്. ഇത് നമ്മളെ മുത്തമ്മൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയ വീഡിയോ ആണ് കേട്ടോ അത്.